നിങ്ങൾ BA ഡിഗ്രിയാണ് പഠിച്ചിട്ടില്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ആർട്സ് കഴിഞ്ഞ കാൻഡിഡേറ്റിനാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഇൻഡസ്ട്രീസ് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ബാച്ചിലർ ഓഫ് ആർട്സിൽ നിങ്ങളിപ്പോൾ അതിൽ ഇംഗ്ലീഷ് ആവും, അല്ലെങ്കിൽ മലയാളം, അല്ലെങ്കിൽ ഏത് തന്നെ ഹിസ്റ്ററി ആയിക്കോട്ടെ, ഏത് തന്നെ ആയിക്കോട്ടെ, കുഴപ്പമുള്ള കാര്യങ്ങളല്ല. അതൊക്കെ നിങ്ങളൊരു ക്വാളിഫിക്കേഷന് വേണ്ടി നിങ്ങൾ പഠിച്ച ഒരു കാര്യം മാത്രമാണ്. പക്ഷേ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഗ്രിക്ക് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിലേക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചൂസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നോർമലി ഇപ്പോൾ നിങ്ങളൊരു BA കഴിഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ജെൻസ് ബോയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ്. ഇപ്പോൾ ലോജിസ്റ്റിക്സ് ചൂസ് ചെയ്യുന്ന പോയിന്റ് ആണെങ്കിൽ ലോജിസ്റ്റിക്സിൽ തന്നെ ഇപ്പോൾ 2025 ആണെങ്കിൽ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നല്ല ഒരുപാട് ഗ്രോത്ത് ഉള്ള, അല്ലെങ്കിൽ ഒരു കരിയറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. കാരണം പറഞ്ഞുകൊണ്ടല്ല, ആ പ്രോഗ്രാമിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ടും, അതുപോലെ ഗ്ലോബൽ ലോജിസ്റ്റിക്സിനെ കുറിച്ചും ഷിപ്പിംഗ് ഒക്കെ ഒരുപാട് കവർ ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാമാണ് ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അത് ബോയ്സിനൊക്കെ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് പ്ലാനൊക്കെ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് കരിയറൊക്കെയാണ് നോക്കുന്നതെങ്കിൽ, അത് ബോയ്സിനും ഗേൾസിനും ഒരേപോലെ ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഗ്ലോബൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ GBA, അതുപോലെ തന്നെ അഡ്വാൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ABA എന്നുള്ള പറയുന്ന പ്രോഗ്രാംസൊക്കെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്, ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ BA ഇംഗ്ലീഷൊക്കെ കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ HR മേഖല വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ്. അതിനൊപ്പം തന്നെ BA ഇംഗ്ലീഷ് ആണ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് HRഉം കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന മേഖലയും വരുന്നുണ്ട്. ഇത് രണ്ടും ഒരുപാട് ഗ്രോത്ത് ഉള്ള ഒരു ഓപ്ഷൻ, കാരണം അത് ഏറ്റവും കൂടുതൽ ക്ലയൻറ്റ് ഇൻറ്ററാക്ഷൻ ഒക്കെ വരുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. അതുകൊണ്ടാണ് ആ മേഖല കുറച്ചുകൂടി BA ഇംഗ്ലീഷ് കഴിഞ്ഞ ആൾക്കാർക്ക് ബെറ്റർ ആണെന്ന ഓപ്ഷൻ പറയാൻ കാരണം. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രി താല്പര്യം ഉണ്ടെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ആ ഏവിയേഷൻ ഇൻഡസ്ട്രി ഇപ്പോൾ 2025 ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. കാരണം നമ്മുടെ തന്നെ നാട്ടിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരുപാട് പുതിയ എയർപോർട്ട്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ UAE പുതിയ എയർപോർട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഖത്തറിൽ പുതിയ എയർപോർട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ പുതിയ എയർലൈൻസിൽ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് BA കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ BA ആണ് പഠിച്ചത്, ആ ഡിഗ്രി ചിലപ്പോൾ മേ ബി +2 കഴിഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരു ഡിഗ്രി എന്ന ഓപ്ഷനിൽ ചിലപ്പോൾ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഒരു കോഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ചിലപ്പോൾ ചൂസ് ചെയ്തൊരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഇനി ഫ്യൂച്ചർ നോക്കുക. നിങ്ങളുടെ കരിയറുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞ ഈ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങളുടെ കരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ആ രീതിയിലേക്കുള്ള പ്രോഗ്രാംസ്, ജോബ് ഓറിയന്റഡ് പ്രോഗ്രാംസ് ചെയ്തിട്ട് കരിയർ സെറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക.